എ റോബോട്ട് വിത്ത് എ വൈറസ്. ഏഴാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്റർ. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് എ ബോയ് ആൻഡ് എ റോബോട്ട്. ഒരു റോബോട്ടും ഒരു ബോയും തമ്മിലുള്ള സ്റ്റോറി. എ റോബോട്ട് വിത്ത് എ വൈറസ്. ദിസ് സ്റ്റോറി ഈസ് റിട്ടൺ ബൈ പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റാൻ. ആദ്യം നമുക്ക് ഓഥറെ കുറിച്ച് നോക്കാം. ആരാണ് പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റാൻ? ഹി വാസ് ബോൺ ഇൻ മാഡ്രിഡ്, സ്പെയിൻ ഇൻ 1973. 1973 സ്പെയിനിലെ മാഡ്രിഡ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഹി ഹോൾഡ്സ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാനേജ്മെൻറ്റ്. അദ്ദേഹം നേടിയിട്ടുള്ള ഡിഗ്രിയാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി. ഹിസ് പാഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റിംഗ് ലെഡ് ഹിം ടു ക്രിയേറ്റ് എ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ ഓൺ വാല്യൂസ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തോടും എഴുത്തിനോടുമുള്ള ആ ഒരു പാഷൻ, ഒരു ആസക്തി അദ്ദേഹം കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറി എഴുതാൻ, അതായത് ഷോർട്ട് സ്റ്റോറികളുടെ ഒരു കളക്ഷൻ തന്നെ എഴുതുന്നതിന് അദ്ദേഹത്തെ നയിച്ചു. അതും എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻ ഓൺ വാല്യൂസ്, കുട്ടികളുടെ മൂല്യത്തെ സംബന്ധിച്ചുള്ള ഒരുപാട് കഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. സം ഓഫ് ഹിസ് സ്റ്റോറീസ് ഹാവ് ബീൻ കളക്റ്റഡ് ആസ് എൻ ഓഡിയോ ബുക്ക് ടൈറ്റിൽഡ്. ചില സ്റ്റോറികൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ ബുക്കായിട്ടും ഇറക്കിയിട്ടുണ്ട്, കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ടൈറ്റിലായിട്ടുള്ളത് പെഡ്രോ ഫാബിൾ കളക്ഷൻ എന്ന ടൈറ്റിലാണ് ആ ഓഡിയോ ബുക്ക് ഇറക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് സ്റ്റോറീസ് ഇൻക്ലൂഡ് ഏതൊക്കെയാണ്? റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ലേസി ലിറ്റിൽ ബേർഡ്, ദ മോക്കിംഗ് ടൈഗർ ആൻഡ് ദ ട്രീ ആൻഡ് ദ വെജിറ്റബിൾസ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ പറയപ്പെടുന്നത്. എ റോബോട്ട് വിത്ത് എ വൈറസ്. വൈറസ് ഉള്ളൊരു റോബോട്ട് അല്ലേ? നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം സ്റ്റോറി. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് danced across the streets. It cast warm hues upon the housetops. The air was crisp and refreshing. The sunbeams peeped into Ricky's room through the skylight. He was still in bed. He was a young boy of 11. ഈ പാസേജിൽ നമുക്ക് ഈ സ്റ്റോറിയുടെ ക്യാരക്ടർ കിട്ടും. ഹു ഈസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ആൻഡ് വാട്ട് ഈസ് ദ ലൊക്കേഷൻ ഹിയർ, ദെൻ വാട്ട് ഡിഡ് ദ ബോയ് ഡു. ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഇനി അതിൻ്റെ മീനിങ്ങിലേക്ക് നോക്കാം. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. അത് നല്ല വെയിലുള്ളൊരു പ്രഭാതമായിരുന്നു. ദ വൈബ്രൻറ്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്. ഊർജ്ജസ്വലമായ, വൈബ്രൻറ്റ് മീൻസ് ഊർജ്ജസ്വലമായ, ഗോൾഡൻ സൺലൈറ്റ് സൂര്യപ്രകാശം. ഇങ്ങനത്തെ നിറത്തിലുള്ള സൂര്യപ്രകാശ, ഗോൾഡൻ നിറത്തിലുള്ള, സ്വർണ്ണ നിറത്തിലുള്ള സൂര്യപ്രകാശം തെരുവുകളിൽ നൃത്തം ചെയ്തു. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. ഇത് വീടിൻ്റെ മുകൾ ഭാഗങ്ങളിലുള്ള ചൂടുള്ള നിറങ്ങൾ വിതറി, അതായത് ഡിഫറെൻറ്റ് കളേഴ്സ്. കാസ്റ്റ് വാം ഹ്യൂസ് എന്നാൽ ചൂടുള്ള നിറങ്ങൾ, ഹ്യൂസ് മീൻസ് കളർ, ആൻഡ് കാസ്റ്റ് വിതറുക. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിംഗ്. ശാന്തവും ഉന്മേഷവുമായിരുന്നു അന്തരീക്ഷം. എയർ വളരെ ശാന്തവും ഉന്മേഷവുമായിരുന്നു. സൺബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂംസ് ത്രൂ ദ സ്കൈലൈറ്റ്. സ്കൈലൈറ്റിലൂടെ സൂര്യകിരണങ്ങൾ റിക്കിയുടെ മുറിയിലേക്ക് എത്തിനോക്കി. പീപ്ഡ് മീൻസ് എത്തിനോക്കുക. അപ്പോൾ റിക്കി എന്താ ചെയ്യുന്നത്? ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. അവൻ അപ്പോഴും ബെഡിൽ തന്നെയായിരുന്നു, കിടപ്പിൽ തന്നെയായിരുന്നു. അതാണ് റിക്കി. റിക്കി എന്ന് പറഞ്ഞാൽ എത്ര വയസ്സുള്ള കുട്ടിയാണ്? ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് റിക്കി. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫിലെ ന്യൂ വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. Ricky lived in a lovely futuristic house which had everything you can ever want. But he was slovenly in his habits. He just threw his belongings all over the place. Ricky lived in a lovely futuristic house. റിക്കി ജീവിച്ചത് ഒരു മനോഹരമായിട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു വീട്ടിലാണ്. വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ആവശ്യമുണ്ട് എന്ന് തോന്നുന്നത് മുഴുവൻ ആ വീട്ടിലുണ്ട്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്. പക്ഷേ അവൻ്റെ ശീലങ്ങളിൽ വളരെ സ്ലോവൻലി ആയിരുന്നു, എന്ന് വെച്ചാൽ മടിയനായിരുന്നു, അലസനായിരുന്നു. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദി പ്ലേസ്. അവൻ്റെ എല്ലാ വസ്തുക്കളും അവൻ എല്ലാ സ്ഥലങ്ങളിലേക്കും വലിച്ചെറിഞ്ഞിട്ടാണ് അവൻ തൻ്റെ സാധനങ്ങൾ എല്ലായിടത്തും വലിച്ചെറിഞ്ഞു. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. അവൻ്റെ അമ്മയ്ക്ക് വീടിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും അവൻ്റെ സാധനങ്ങൾ ശേഖരിക്കേണ്ടി വന്നു.
റിക്കി അവൻ്റെ സാധനങ്ങൾ മുഴുവൻ ഇങ്ങനെ അടുക്കും ചിട്ടയില്ലാതെ വലിച്ചെറിയുന്നത് കാരണം അവന് സ്ലോവൻലി എന്ന് പറയുന്നത് സ്ലോവൻലി ഹാബിറ്റ് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ് അറ്റ് ദി ആഫ്റ്റർ ദി സൺറൈസിങ്, സൂര്യൻ ഉദിച്ചതിന് ശേഷവും അവൻ ഇപ്പോഴും ബെഡിൽ തന്നെ കിടക്കുന്നത് കൊണ്ടും അവനെ അത് പറയുന്നുണ്ട്, മടിയനായിട്ട് ചിത്രീകരിക്കുകയാണ്. ഹിസ് മദർ ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക്, അവൻ്റെ അമ്മ ബാങ്കിലെ മാനേജറാണ്. അവർ ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്, ജോലിക്കായിട്ട് രാവിലെ തന്നെ വീട് വിട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഷി ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി, അവരെപ്പോഴും റിക്കിക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം, റിക്കിയോട് എപ്പോഴും പറയുന്ന സംഭവമാണ്. കാരണം റിക്കി നിൻ്റെ സ്കൂൾ ബാഗുകളിൽ നീറ്റായിട്ട് സ്റ്റഡി റൂമിൽ നീറ്റായിട്ട് വെക്കൂ. അതുപോലെ തന്നെ റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ, നിൻ്റെ വസ്ത്രങ്ങളൊക്കെ വാഷിംഗ് മെഷീനിലിടൂ. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്, നിൻ്റെ ലഞ്ച് ബോക്സ് അതായത് ചൂറ്റുപാത്രം വൃത്തിയാക്കി വെക്കൂ. റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്, നിൻ്റെ പാൻസും ടീഷർട്ടും അയൺ ചെയ്യൂ. ആൻഡ് സോ ഓൺ. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേ, പക്ഷെ ഇതൊന്നും ആരനുസരിക്കില്ല? റിക്കി അനുസരിക്കില്ല. ഹി ഓൾവേസ് പ്ലേ, അവനെല്ലാം ഇപ്പോഴും കളിച്ചുകൊണ്ടേയിരുന്നു. റിക്കി ഡിഡ് നോട്ട് ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്, പക്ഷേ റിക്കി വീട്ടിൻ്റെ ചുറ്റുഭാഗത്തുള്ള കാര്യങ്ങളൊന്നും അമ്മയെ സഹായിക്കുകയും ചെയ്തില്ല. ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് ബട്ട്ലർ റോബോട്ട്, പക്ഷേ അവൻ വളരെയധികം ആവേശഭരിതനായിരുന്നു. എപ്പോൾ? ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബോട്ട്, അവൻ്റെ പാരൻസിനെ പോലെ തന്നെ അവനും ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് ബട്ട്ലർ റോബോട്ട്, അവർ രണ്ടുപേരും അവന് ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ബട്ട്ലർ റോബോട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നു. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ്, അങ്ങനെ ആ റോബോട്ട് വീട്ടിലെത്തിയ ഉടനെ തന്നെ ഓഫ് ഇറ്റ് വെൻറ്റ് കുക്കിംഗ്, അത് അതിൻ്റെ ജോലിയിൽ ഏർപ്പെട്ടു. എന്തൊക്കെയായിരുന്നു റോബോട്ട് ചെയ്തിരുന്ന വർക്കുകൾ? വാട്ട് ഹൗസ് ഹോൾഡ് ചോസ് ഡിഡ് ദ റോബോട്ട് ടേക്ക് ഓവർ, എന്തൊക്കെ ജോലികളാണ് ആ റോബോട്ട് ഏറ്റെടുത്തത് നോക്കിയേ. കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്, അതായത് വൃത്തിയാക്കലും അയൺ ചെയ്യലും. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വർക്ക് ഇറ്റ് വാസ് പിക്കിംഗ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് റോബോട്ട് ചെയ്തത് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ്, റിക്കിയുടെ വസ്ത്രങ്ങളൊക്കെ പെറുക്കിയെടുക്കുക എന്നുള്ളതാണ്. ഫ്രം ദ ഫ്ലോർ, അവൻ വലിച്ചെറിയുന്ന നിലത്തേക്ക് അല്ലെങ്കിൽ തറയിലേക്ക് വലിച്ചെറിയുന്ന ആ ഡ്രസ്സുകൾ മുഴുവനും എടുത്തു വെക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വർക്ക്. റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദി ഫ്ലോർ, ഫ്ലോറിൽ നിന്നും തറയിൽ നിന്നും റിക്കിയുടെ വസ്ത്രങ്ങളൊക്കെ പെറുക്കി വെക്കലായിരുന്നു റിക്കിയുടെ റോബോട്ടിൻ്റെ ഏറ്റവും വലിയ ജോലി. ഓൺ ദ ഫസ്റ്റ് ഡേ വെൻ ഹി വെൻറ്റ് ടു സ്ലീപ്പ്, അങ്ങനെ ആദ്യത്തെ ദിവസം അവൻ ഉറങ്ങാൻ പോയപ്പോൾ ദ ബെഡ്റൂം വാസ് ഇറ്റ് ഡിസാസ്ട്രസ് സ്റ്റേറ്റ് ആസ് യൂഷ്വൽ, ബെഡ്റൂം പതിവ് പോലെ തന്നെ വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ബട്ട് വെൻ ഹി വോക്കപ്പ്, പക്ഷെ അവൻ ഉണർന്നപ്പോഴോ ദ നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെ അവൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ എവരിതിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി, എല്ലാ വസ്തുക്കളും വളരെ ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലെയിംഡ്, അവൻ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, എന്തൊരു വൃത്തിയും അതുപോലെ തന്നെ നീറ്റുമാണ് എൻ്റെ റൂം കാണാൻ. ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, അവൻ എക്സ്ക്ലെയിംഡ്, അവൻ ആശ്ചര്യപ്പെട്ടു. ഇൻഫാക്റ്റ് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ, ശരിക്കും അത് വളരെ മനോഹരം, വളരെ വൃത്തിയുള്ളതായിരുന്നു. റിക്കി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട്, പക്ഷേ റിക്കിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള അവന് ഏറ്റവും ഇഷ്ടമുള്ള അവൻ്റെ ടീഷർട്ട് അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ, അതുപോലെ തന്നെ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോളും അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അമ്മ വെർ ഇസ് മൈ ടീഷർട്ട്, അവൻ അമ്മയോട് ചോദിക്കുകയാണ്, എൻ്റെ ടീഷർട്ട് എവിടെ അമ്മ? വെർ ഇസ് മൈ ബോൾ, എൻ്റെ ബോൾ എവിടെ അമ്മ? ഹി പെസ്റ്റേഡ് ഹിസ് മദർ, അവൻ അവൻ്റെ അമ്മയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് തിങ്സ് ഈവൻ ആഫ്റ്റർ ഹി ഹാഡ് സെർച്ച്ഡ് അപ്പ് ആൻഡ് ഡൗൺ, മുകളിലും താഴെയുമായിട്ട് അവൻ്റെ ഫേവറേറ്റ് തിങ്സ് തിരഞ്ഞെങ്കിലും അത് കണ്ടെത്താൻ സാധിച്ചില്ല. ഹി ആസ്ക്ഡ് ഹിംസെൽഫ്, അവസാനം അവൻ സ്വയം ചോദിക്കുക, വേർ കുഡ് ദേ ഹാവ് ഗോൺ, എവിടെയായിരിക്കും അത് പോയിട്ടുണ്ടാവുക. ഹവർ മച്ച് ഹി സെർച്ച് ഡ്യൂറിങ് ദ ഡേ ദോസ് ടു ഐറ്റംസ് ഡിഡ് നോട്ട് അപ്പിയർ, എങ്ങനെയായാലും പകല് മുഴുവനും ആ രണ്ട് ഐറ്റംസും അവൻ തിരഞ്ഞെങ്കിലും അത് പ്രത്യക്ഷപ്പെട്ടില്ല. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു, ഇതുപോലെ തന്നെ അവൻ്റെ വേറെ വസ്തുക്കൾക്കും ഇതേ സംഭവം തന്നെ സംഭവിച്ചു, അതും മിസ്സിംഗ് ആയി. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ആയി
ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. തിളങ്ങുന്ന ബട്ട്ലർ റോബോട്ടിൽ റിക്കി അവൻ്റെ സംശയാസ്പദമായ ഒരു കണ്ണ് വീശി. ഐ തിങ്ക് ഇറ്റ് ഈസ് ഹിസ് ഹാൻഡി വർക്ക്. ഞാൻ കരുതുന്നു ഇത് അവൻ്റെ കൈപ്പണിയാകുമെന്ന്. ഹി തോട്ട്, അവൻ ചിന്തിച്ചു. ഹി ഹാച്ച്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട്. റോബോട്ടിന് ചാരപ്പണി ചെയ്യാൻ അവൻ ഒരു പദ്ധതി തയ്യാറാക്കി. ആൻഡ് ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. അങ്ങനെ അത് വീടിന് ചുറ്റും പിന്തുടരാൻ തുടങ്ങി. ഫൈനലി, അവസാനം, ഹി കോട്ട് എ റെഡ് ഹാൻഡഡ് വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. അവൻ അതിനെ കയ്യോടെ പിടികൂടി. എപ്പോഴാണ് പിടികൂടിയത്? ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്. അവൻ്റെ വസ്ത്രങ്ങളിലൊരെണ്ണം എടുത്തു വെക്കുന്നതിനിടയിലാണ് റിക്കി റോബോട്ടിനെ കയ്യോടെ പിടികൂടുന്നത്. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. റിക്കി റോബോട്ടിനെ പിന്തുടർന്നു. വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. യാതൊരു സൗണ്ടും ഉണ്ടാക്കാതെയാണ് റോബോട്ടിനെ പിന്തുടർന്നത്. ടു ഹിസ് സർപ്രൈസ്, അവൻ അത്ഭുതപ്പെട്ടു. ഹി സോ ദാറ്റ് റോബോട്ട് ഈസ് ഫോൾഡിങ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി. അവൻ കണ്ടു ദ റോബോട്ട് ഫോൾഡിങ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി. റോബോട്ട് അവൻ്റെ ടീഷർട്ട് വളരെ വൃത്തിയായിട്ട് മടക്കി വെക്കുന്നു. ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദ സ്റ്റോർ റൂം. എന്നിട്ട് അത് സ്റ്റോർ റൂമിൻ്റെ വസ്ത്രങ്ങളുടെ കൂമ്പാരത്തിൽ സൂക്ഷിച്ചു വെക്കുന്നു. ഓഫ് ഹി വെന്റ്. അവൻ പോയി. ആൻഡ് റണ്ണിങ് ടു ഹിസ് പാരൻസ്. മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടിപ്പോയി. ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. അച്ഛനെ വിളിച്ച് പറയണ, ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫോൾട്ടി. ഈ ബട്ട്ലർ റോബോട്ട് തകരാറാണ്. ഹി ഹാസ് ഫിൽച്ച്ഡ് മൈ തിങ്സ്. അതെൻ്റെ വസ്തുക്കളൊക്കെ മോഷ്ടിച്ചു. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. എനിക്ക് തോന്നുന്നു അവർ അവനെ മോശമായിട്ടുള്ള പ്രോഗ്രാം ചെയ്തുവെന്നാണ് ഞാൻ കരുതുന്നത്. വളരെ മോശമായിട്ടാണ് അല്ലെങ്കിൽ തെറ്റായിട്ടാണ് ഇതിനെ പ്രോഗ്രാമൊക്കെ ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. ലെറ്റ് us send him off. നമുക്കിതിനെ അവിടുന്ന് പറഞ്ഞേക്കാം. അബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്. ഫാദർ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ഒരിക്കലും അങ്ങനെയല്ല കാര്യങ്ങൾ, ഒരിക്കലും അത് ശരിയല്ല. ഹി വാസ് എൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. കാരണം അവനായിരുന്നു ആ റോബോട്ടിക്സിലെ എക്സ്പേർട്ട്, നിപുണനായിരുന്നു. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദിസ് ന്യൂ ബട്ട്ലർ. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. കാരണം അദ്ദേഹം വളരെയധികം സന്തോഷിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ന്യൂ ബട്ട്ലർ റോബോട്ടിനെ കൊണ്ട്. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. കാരണം അദ്ദേഹത്തിൻ്റെ സ്വപ്നം സത്യമായി വന്നതാണ്. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. പക്ഷെ റിക്കി ആകെ പിടിവാശിയിലായിരുന്നു. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എനിക്കിതിനെ ഇപ്പം തന്നെ ഇവിടുന്ന് കളയണം. എ ഹീറ്റഡ് ആർഗ്യുമെന്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. അങ്ങനെ അവിടെ ഒരു ചൂടേറിയ വാദം നടക്കുകയാണ്. റിക്കിയും അവൻ്റെ ഫാദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ഒരു വാദപ്രതിവാദം തന്നെ നടക്കുന്നു. ഫാദർ പറയുന്നു, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. ശരിക്കും ഈ റോബോട്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള ഒരു ഉപകരണമാണ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കൂ. റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ. ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അത് നല്ല കാര്യങ്ങളെക്കാൾ കൂടുതൽ മായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഫാദർ പറയുന്നു, യു ആർ റോങ്. പക്ഷെ നിനക്ക് തെറ്റി റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. കാരണം നീ റോബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നീ മനസ്സിലാക്കുന്നില്ല. റിക്കി, ഐ ക്യാൻ അഗ്രി വിത്ത് യു. എനിക്ക് ഒരിക്കലും നിങ്ങളോട് യോജിക്കാൻ പറ്റില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർലി പ്രോഗ്രാംഡ്. കാരണം ഈ റോബോട്ട് ഒരു പ്രശ്നമാകും, ഏറ്റവും വലിയ പ്രശ്നമാകും. എങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർലി പ്രോഗ്രാംഡ്. അത് ശരിയായ രീതിയിൽ പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റോബോട്ട് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ മാറും. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈൻറ്റിങ് ടു ഹിസ് പാരൻസ്. അങ്ങനെ റിക്കി ഈ കംപ്ലൈൻറ്റ് തുടർന്നുകൊണ്ടേയിരുന്നു അവൻ്റെ പാരൻസിൻ്റെ അടുത്ത്. അബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് തിങ്സ്. എന്തിനെക്കുറിച്ചാണ് കംപ്ലൈൻറ്റ് കൊടുത്തത്? ഈ റോബോട്ട് അവൻ്റെ വസ്തുക്കളൊക്കെ ഹൈഡ് ചെയ്യുന്നു, ഒളിപ്പിച്ച് വെക്കുന്നു. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവൻ കംപ്ലൈൻറ്റ് തുടർന്നുകൊണ്ടിരുന്നു. ദാറ്റ് ഔട്ട്വെയ്ഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ്. കാരണം അത് അവന് ചെയ്ത ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ വലുതായിട്ടാണ് തോന്നുന്നത്. കാരണം ഇത് ഹൈഡിങ് തിങ്സ്, അതായത് അവൻ്റെ ഫേവറേറ്റ് തിങ്സിനെ ഹൈഡ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഡേഞ്ചറായിട്ട് അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ട് ചെയ്യുന്നൊരു കാര്യം അവന് ഉപകാരപ്രദമായിട്ട് ചെയ്യുന്നില്ല എന്ന് റിക്കിക്ക് തോന്നുകയാണ്. വൺ ഡേ ദ റോബോട്ട് ഹു വാസ് വെരി പാസ്റ്റ് ഹെഡ് ദ ബോയ്സ് കംപ്ലൈൻറ്റ്. ഒരു ദിവസം ആ റോബോട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബോയുടെ കംപ്ലൈൻറ്റ് കേൾക്കുകയാണ്. ദ റോബോട്ട് റിട്ടേൺ വിത്ത് എ പെയർ ഓഫ് റിക്കി ഷൂസ്. അപ്പോൾ അതൊക്കെ പറയുന്ന ആ കംപ്ലൈൻറ്റ് റോബോട്ട് കേൾക്കുന്നു. അങ്ങനെ റോബോട്ട്
അവൻ്റെ ഒരു പെയർ ഓഫ് ഷൂസും ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്സ്, കുറച്ച് വസ്ത്രങ്ങളും തിരിച്ചു കൊടുത്തു റിക്കിക്ക്. ഹിയർ സർ, ഐ ഡി നോ ഇറ്റ് വാസ് ബോദറിങ് യു, സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. എന്നിട്ട് റിക്കിയോട് പറയാണ്, അത് നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഐ ഡി നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു, നിനക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു, സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. ബട്ട്ലർ തൻ്റെ ലോഹ ശബ്ദത്തിൽ പറഞ്ഞു. ഹൗ കുഡ് ഇറ്റ് നോട്ട് ബി, യു തീഫ്, യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. ഹൗ കുഡ് നോട്ട് ബി, കള്ളൻ, അതങ്ങനെ പറ്റില്ല. യു തീഫ്, നീ കള്ളനാണ്. യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്, എൻ്റെ വസ്ത്രങ്ങൾ ആഴ്ചകളോളായിട്ട് നീ മോഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നിക്കിങ് എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക. I had seen your things lying scattered on the floor. I thought that you did not need them. അപ്പോൾ റോബോട്ട് പറയാണ്, ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈങ് സ്കാറ്റേഡ് ഓൺ ദ ഫ്ലോർ. ഞാൻ നിൻ്റെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ മുഴുവനും നിലത്ത് അല്ലെങ്കിൽ ഫ്ലോറിൽ ചെതറിക്കിടക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു, ദാറ്റ് യു നോട്ട് നീഡ് ദം, അത് നിനക്ക് ആവശ്യമില്ലാത്തതാണെന്ന്. ഐ ആം പ്രോഗ്രാം ടു കളക്ട് ഓൾ ദറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ടു കളക്ട് ഓൾ ദറ്റ് ഈസ് നോട്ട് വാണ്ടഡ്, ആവശ്യമില്ലാത്ത എല്ലാ വസ്തുക്കളും കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അറ്റ് നൈറ്റ്, അന്നത്തെ രാത്രി, ഐ സെൻഡ് ദം ടു പ്ലേസസ്, രാത്രി ഞാൻ ആ വസ്തുക്കൾ മുഴുവനും വേറൊരു സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കും. ആ സ്ഥലം വേർ ദ ഹ്യൂമൻ ക്യാൻ യൂസ് ദം, അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം, മറ്റുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ കളക്ട് ചെയ്ത സാധനങ്ങൾ മുഴുവനും വേറൊരു സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കും. ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ, അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി ഉപയോഗപ്രദമായിട്ടുള്ള ഒരു മെഷീനാണ്. വേർ യു അൺഅവെയർ ഓഫ് ഇറ്റ്, നിങ്ങൾ ശരിക്കും അതിനെക്കുറിച്ച് ബോധമില്ലാത്തവരായിപ്പോയല്ലോ. ദ റോബോട്ട് സെഡ് വിത്ത് എ സെർട്ടൈൻ പ്രൈഡ്, വളരെ അഭിമാനത്തോടു കൂടിയാണ് റോബോട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. റിക്കി വാസ് അഷെയിംഡ്. ഇത് കേട്ടപ്പോൾ റിക്കിക്ക് ആകെ നാണക്കേട് തോന്നി. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വേർ യൂസ്ലെസ്. കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ റിക്കിയുടെ ലൈഫ് മുഴുവനും ചെലവഴിച്ചത് എങ്ങനെയായിരുന്നു? എല്ലാ വസ്തുക്കളെയും ട്രീറ്റ് ചെയ്തിരുന്നത് അവന് യൂസ്ലെസ് ആയിട്ട് ഉപകാരപ്രദമില്ലാത്ത രീതിക്കാണ് ചെയ്തിരുന്നത്. ഹി കെയർഡ് ഫോർ നത്തിങ്, ഒരു കാര്യത്തിൽ അവനൊരു ശ്രദ്ധയുണ്ടായിരുന്നില്ല. എന്നിട്ടും ദർ വെർ മെനി പീപ്പിൾ ഇൻ ദ വേൾഡ്, ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ വുഡ് ഹാവ് ബീൻ ഡിലൈറ്റഡ് ടു ഹാവ് റിക്കീസ് തിങ്സ്, റിക്കിയുടെ വസ്തുക്കൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആ റിക്കിയുടെ വസ്തുക്കൾ കിട്ടിയത് കാരണം അവർ സന്തോഷിക്കുന്നുണ്ട്. അൺലൈക്ക് ഹിം, അവനെപ്പോലെയല്ല അവരൊന്നും. ദേ വുഡ് ഹാവ് ടേക്കൺ ഗുഡ് കെയർ ഓഫ് ദം ടു, കൂടാതെ അവരൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ, ഡ്രസ്സ് ആണെങ്കിലും വസ്തുക്കളാണെങ്കിലും നന്നായിട്ട് കെയർ ചെയ്യുന്നവർ, ശ്രദ്ധിക്കുന്നവരുമാണ്. ഹി റിയലൈസ്ഡ്, അങ്ങനെ റിക്കി തിരിച്ചറിഞ്ഞു, ദാറ്റ് ദ റോബോട്ട് വാസ് നൈദർ ബ്രോക്കൺ നോർ മിസ്പ്രോഗ്രാംഡ്, റോബോട്ട് ഒരിക്കലും തെറ്റായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നതല്ല, മിസ്പ്രോഗ്രാം ചെയ്യുന്നതുമല്ല, പൊട്ടിയതും മോശമായതോ കേടുവന്നതൊന്നുമല്ല. റാദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ, അതിനേക്കാൾ ഉപരി നന്നായിട്ട് പ്രോഗ്രാം ചെയ്യാൻ കഴിവുള്ള ഒരു ഡിവൈസാണ് ഈ റോബോട്ട് എന്ന് റിക്കി അവിടെ മുതൽ തിരിച്ചറിയാണ്. സിൻസ് ദെൻ, അതിനുശേഷം റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. റിക്കി തീരുമാനിച്ചു ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയി തീരാൻ. മാക്സിമം എഫിഷ്യൻസി ബോയ് എന്ന് പറഞ്ഞാൽ പരമാവധി കഴിവുള്ള ഒരു ആൺകുട്ടിയായി തീരാൻ അവൻ തീരുമാനിക്കുകയാണ്. ഹീ പുട്ട് എ റിയൽ കെയർ ഇൻ ടു ഹൗ ഹീ ട്രീറ്റഡ്, അവൻ നന്നായിട്ട് യഥാർത്ഥത്തിലുള്ള ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഓരോ അവൻ്റെ സാധനങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ സാധന സാമഗ്രികളൊക്കെ ഉപയോഗിക്കേണ്ടി എന്നുള്ള രീതിക്ക്. ഹീ കെപ്റ്റ് ദം, അവൻ അതൊക്കെ സൂക്ഷിച്ചു വെച്ചു. ടൈഡി, അതും വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ട്. ആൻഡ് മെയ്ഡ് ഷുവർ ഹി ഡി നോട്ട് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി, അതുപോലെ തന്നെ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അവന് ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ളൊരു വസ്തുക്കളും അവൻ്റെ കയ്യിലില്ല എന്നുള്ള കാര്യവും. ആൻഡ് ഹീ ടുക്ക് എ ലീഫ് വൺ ഔട്ട് ഓഫ് റോബോട്ട്സ് നോട്ട് ബുക്ക്, കൂടാതെ അവൻ റോബോട്ടിൻ്റെ ബുക്കിൽ നിന്നും ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു ലീഫ് പുറത്തേക്ക് എടുത്തു. വിത്ത് ഈസ് പോക്കറ്റ് മണി, എന്നിട്ട് അവൻ്റെ പോക്കറ്റ് മണി കൊണ്ട് തന്നെ ഹി ബിഗാൻ ടു ഹെൽപ്പ് ബൈ ദി നീഡ്ഫുൾ തിങ്സ് ഫോർ ദം, ജനങ്ങളെ സഹായിക്കാൻ തുടങ്ങി. ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം, അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ മുഴുവനും വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ റോബോട്ട് കാരണം, റോബോട്ടിൻ്റെ ഈ ഹാബിറ്റ് കാരണം റിക്കി ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയി തീർന്നു. ദിസ് ഈസ് അവർ സ്റ്റോറി, എ റോബോട്ട് വിത്ത് എ വൈറസ്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസറും ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസും ചെയ്യാം. ഓക്കെ.